ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് വിഷമമുള്ള ദിവസമാണ്. എൻ്റെ മോൻ കണ്ടിട്ട് തോന്നില്ലെങ്കിലും കുറച്ച് വിഷമമുള്ള ദിവസമാണ്. നമ്മുടെ രണ്ട് ഫ്രണ്ട്സ് ഒന്ന് ഗൾഫിൽ പോവാണ്. ഒരുത്തൻ ഓൾറെഡി പോയി. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരൊക്കെ ഇനി ഗൾഫിൽ പോകും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുത്തൻ ഓൾറെഡി പോയി, ഇനി രണ്ടാൾ പോകാനുണ്ട്. അപ്പോൾ അവരെ എയർപോർട്ടിൽ കൊണ്ടാക്കുന്ന നമ്മളാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഒരുത്തൻ ആദ്യമായിട്ടാണ് പോണത്. അപ്പോൾ അവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. അപ്പോൾ ഇനി ബാക്കി വീഡിയോസ് അവരോട് കാണാം. അപ്പൊ ഗൈസ്, ഞങ്ങൾ അങ്ങനെ കോഴിക്കോട് എയർപോർട്ടിലെത്തി. വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ ഡ്രൈവ് ചെയ്യായിരുന്നു. പക്ഷെ നമുക്ക് നേരം വൈകി, നല്ല നേരം വൈകി. ഞാൻ ഡ്രൈവ് ചെയ്യാം. അതെ, ഇവനും ഡ്രൈവ് ചെയ്യായിരുന്നു. വേറെ വഴിക്കാൻ വന്നത്. അപ്പൊ വേറെ വഴിക്കാൻ വന്നത്. അപ്പൊ അതുകൊണ്ട് വ്ളോഗും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മൾ ആദ്യമായിട്ട് ഗൾഫിൽ പോണേക്കെ എന്താ പറയാനുള്ളത് പറയൂ. ഫസ്റ്റ് എക്സ്പീരിയൻസ്. ഭയങ്കര സങ്കടമുണ്ട് ചെക്കന്മാരൊക്കെ വിട്ടിരുന്നേലും. പിന്നെന്താ സെറ്റാവല്ലേ പോണ്. എന്താ പേടിക്കാറ്. അതെ അതെ അതെ. ഒരുങ്ങി കെട്ടി വന്നിട്ടുണ്ട്. അപ്പൊ ഗൈസ്, ഇതാണ് പിസ. പറയൂ ഗൈസ്, നമ്മൾ അങ്ങനെ എയർപോർട്ടിലേക്ക് വന്നതാണ്. കോഴിക്കോട് എയർപോർട്ടിൽ. അതെ, നമ്മളിത് കഴിഞ്ഞിട്ട് കോഴിക്കോട് പോയിട്ട് ഫുഡ് കഴിക്കും. ഇതൊന്നും പിന്നെ സൺഡേ നമ്മള് ഒരു ബ്ലോഗ് വരുന്നുണ്ട്, ഫുഡ് ബ്ലോഗ്. അപ്ലോഡ് ആവും. ശരി, എങ്ങനെ ഉണ്ടായിരുന്നു ഷോ? ഒമാരുന്ന് ഓട്ടോ ഷോക്ക് പോയിക്കായിരുന്നോ? ഒമാര് ലേറ്റ് ആയിട്ട് എത്തിയത്. പക്ഷെ ഞങ്ങളൊപ്പം പിടിച്ചു. എങ്ങനെ വറുത്തോ? അല്ല, എങ്ങനെ ഉണ്ടായിരുന്നു ഷോ? ആദ്യമായിട്ട് പറഞ്ഞു. അടിപൊളി. ചൂടൊക്കെ കുഴപ്പമില്ല. തണലുണ്ടായി. ഫ്ലൈറ്റൊക്കെ പോവും, അത് കാണിച്ചു തരാം നമ്മള്. എന്തത് ചിത്രം വരച്ചത് ഗ്രൂപ്പിലുണ്ടല്ലേ? മച്ചാ, നമ്മള് ശ്രദ്ധിച്ചില്ല. യേശുവിന്റെ കെട്ട കഴിഞ്ഞാട്ടോ. കുട്ടിയാനായി. എന്റെ സ്റ്റോറേജ് എപ്പോഴും തീരാണോ? ഞാൻ കറണ്ടില്ലെങ്കിലും പാച്ചു എനിക്ക് വരുമ്പോ 74 ഭയങ്കര എയർപോർട്ടിൽ നിന്ന് അത് ഓവർ ചെയ്തേ. എയർപോർട്ടിൽ നീ കരണ്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് 70 Pro Max വരുമ്പോ എൻഗേജ്മെന്റ് വരുമ്പോ കരഞ്ഞു. വണ്ടി കരഞ്ഞു. വണ്ടി കുഴപ്പമില്ലല്ലോ. എയർപോർട്ടിൽ തരാൻ പാടില്ല. എതിർക്കാൻ പറ്റില്ല. കരയണത് ഇറങ്ങുമ്പോ അറിയാൻ കാര്യമില്ല. അപ്പൊ ഇനി ഇവൻ എയർപോർട്ടിൽ കയറുമ്പോ കരയണ അനുസരിച്ച. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മുടെ രണ്ടാമത്തെ മുതല് ഗൾഫിൽ പോണ മൂസി. അതെ, ഷെരീഫ് ഇതിൽ കയറിയുണ്ട്. നമ്മുടെ ഒരു വണ്ടി അവിടെ വർക്ക് ചെയ്തു. 3 വണ്ടിയുണ്ട്. ഒരു വണ്ടിയാ പോണു. അപ്പൊ 3 വണ്ടിയുണ്ട്. ഒരു വണ്ടി അവിടെ വർക്ക് ചെയ്തു. നമ്മൾ എയർപോർട്ടിൽ പോണ്. ബൈ. നമ്മളങ്ങനെ എയർപോർട്ടിലെത്തി. ഞാൻ വണ്ടി അവിടെ പാർക്ക് ചെയ്തു. ചെക്കന്മാരവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവരിത് പോകണം, അവരെ കയറ്റി വിടണം. കയറി പോകുമ്പോഴുള്ള ഷോർട്സ് കാണിക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ കാണിക്കാം. ഓക്കെ, മൂസിന് പോയിടിച്ച്. അല്ലാ, സെക്കൻഡ് എന്നെടുത്താ മതി. ഇവൻ നേരെ ഉറങ്ങാനൊന്നും കിട്ടാ. കൂട്ടിട്ട് ഓക്കെ. അവരുണ്ടല്ലേ. പൊട്ടിപ്പൊടിഞ്ഞിട്ട് പോണ്. എനിക്കെന്താ പറയുള്ളത്? തിരികെ ഞാൻ വന്ന വാർത്ത കേൾക്കാം. 20-ാം തീയതി
നമ്മള് ചക്കന്മാരെ കയറ്റി നമുക്ക് വീട്ടിൽ പോവാം, അല്ലെങ്കിൽ കോഴിക്കോട് പോവാം, എന്തെങ്കിലും ചെയ്യാം. അപ്പോ നമ്മള് മരകളെ കയറ്റി നമ്മൾ നേരെ തിരിച്ച് വീട്ടിൽ പോവാണ്. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. ആക്ടിങ് ആണോ അല്ലേ? സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ? ഞാൻ വെൽറ്ററാണേ, ബിൽഡിംഗ് പണിക്ക് പോവാണേ. എന്താ പ്ലാൻ? അല്ല മച്ചാ അങ്ങളും വാ, ഞാൻ ഇവയിലെങ്ങാനും വണ്ടിയിടാം. എന്താ വാച്ചണോ? പോയി. അയ്യോ പോയി. എല്ലാരും വന്നു വരുവാടാ. ബിസിനസ് വെരി ബെല്ലിയില് കണ്ണൊക്കെ ചീർത്തിട്ടോ ഞാൻ കരഞ്ഞോ? ഞാൻ അവിടെ കിടന്നുകൊണ്ട് മെഴുകി, ഞാൻ കരഞ്ഞില്ലല്ലോ. നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിട്ടാണ്. ഫുഡ് കഴിക്കാൻ കറാച്ചി ബാക്കി ഫുഡ് കഴിച്ചിട്ട് കാണാം. ബാക്കി ഫുഡ് കഴിച്ചു. പൊറക്കി ശരി അപ്പൊ നമ്മള് നല്ല ബിബിക്യൂ ആണ്. കബാബ് ഓക്കെ, ഞാൻ കൊണ്ടുവരാൻ കാരണം കബാബ് മതി. അപ്പൊ നമ്മൾ ഫുഡ് കഴിച്ചു, ഇറങ്ങി. ഇനി നമ്മളെ റൂമിൽ കൊണ്ടാക്കണം, നമ്മൾ പോകണം. നമ്മളെ വണ്ടിയുടെ വഴി കാണിച്ചു തരാം. ഇതാ I-20 എടുക്കണോ? സുലൈമാൻ വണ്ടി അടിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ബൈ. എടാ എന്ത് ചെയ്യണേ? ആ അപ്പൊ നമ്മള് അവിടെ ആക്കി കൊടുക്കുന്നു, പോകുന്നു. എന്താടാ വഴി തെറ്റിയോ? നമ്മളിന്ന് മൊത്തം 3 വണ്ടിയിലാന്ന്. 3 വണ്ടിയില് ഒരുത്തന്മാര് ഷോക്ക് പോയി, ഓട്ടോറിക്ഷ പരിപാടിക്കണ്ടെന്ന് ഞാനൊക്കെ കൂടി പോയി. അപ്പൊ അവന്മാർക്ക് ചെക്കന്മാര് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കയറാൻ പറ്റിയില്ല. അപ്പൊ അവന്മാര് പിന്നാലെ പാഞ്ഞു വന്നു, ഞങ്ങള് ചേച്ചി പിടിച്ചവന്മാര് ലോങ്ങാണെങ്കിലും. അപ്പൊ അങ്ങനെ പിന്നെ 2 വണ്ടിയിൽ അങ്ങനെ വന്നു. ലഗേജ് വെക്കാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് 2 കാറ് വേറെ എടുത്തു. അങ്ങനെ 3 കാറായി. അപ്പൊ ആകെ കാറായി, ഫുള്ള് കാറായി. അതെ അതെ അതെ. ഹലോ, ആ ഓക്കെ. അപ്പൊ ഒന്ന് വീഡിയോ എടുത്ത് കൊടുക്കട്ടെ, കുറച്ച് ഷോർട്സ് എടുത്ത് കൊടുക്കണം. അപ്പൊ ഗൈസ് നമ്മൾ ഏകദേശം എത്താനായി. ഞങ്ങൾക്കൊരു സംഭവം കാണിച്ചില്ല കേട്ടോ. പുറപ്പെടുന്നേ അഴകുന്ന ചമ്മതിരകൾ. ആ നീ എങ്ങോട്ടാടാ തള്ളിക്കൊണ്ട് പോകുന്നേ? എണ്ണല്ലേ പഠിച്ച്. ആ അതാരാ ഷെരീഫ് എന്നാ കാണിക്കണേ? അങ്ങനെ നമ്മള് കോഴിക്കോട് വിട്ടു. അപ്പോ എനിക്ക് ഡ്രൈവ് ചെയ്യാൻ ആളെ കിട്ടിയിട്ടുണ്ട്. അങ്ങാലയിൽ ഓടിച്ച് കഴിവ് തെളിച്ച ശരി അത് പിന്നെ ഗീറിടാണ്ട് വണ്ടി നീങ്ങില്ല എന്ന് പറഞ്ഞ ഞാൻ ചെയ്യാം. ഇന്നത്തെ പിന്നാണ്
പക്ഷെ അവിടെ മിക്ക ദിവസത്തെ അലവരയാണ്. അതുകൊണ്ട് ഞാൻ അവരുടെ അടുത്ത് വണ്ടി കയറ്റി. അപ്പോൾ നമ്മൾ റിട്ടേൺ തൃശ്ശൂർ പോയോണ്ടിരിക്കുകയാണ്. കുറച്ച് നനഞ്ഞു. ഒരു വീഡിയോ എടുക്കാൻ തലപുറത്ത് കിട്ടതാണ്. അപ്പോൾ നനഞ്ഞു, നടന്നില്ല. നമ്മള് കോഴിക്കോടത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ചെക്കന്മാര് ഫ്ലൈറ്റൊക്കെ കയറി, അവള് ഫുഡ് കഴിച്ചു, പിള്ളേരൊക്കെ റൂമിലാക്കി തിരിച്ചു പോന്നു. ഇവിടെ പുറത്തെല്ലാം മഴ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. ഈ വീഡിയോ കണ്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്റെ സംഭവം പറഞ്ഞത് ഇത് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.